ലഫ്റ്റനന്റ് വിനയ് നർവാൾ 26-ാം വയസ്സിൽ വിവാഹിതനായത് ഏപ്രിൽ 16-നായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം പഹൽഗാമിൽ പാക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു. വിനയുടെ ഭാര്യ ഹിമാൻഷി നർവാൾ മൃതദേഹത്തിനരികെ ഇരിക്കുന്ന ചിത്രം ആ ഭീകരാക്രമണത്തിന്റെ മറക്കാനാവാത്ത ചിത്രമായി മാറി. ഇന്ന് മകൻ നഷ്ടപ്പെട്ടതിന്റെ തീരാവേദനയുമായി കഴിയുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ രാജേഷ്. മകനോ മകളോ നഷ്ടപ്പെടുന്നതിന്റെ വേദന പാക് സൈനിക മേധാവി അസീം മുനീർ ഒരിക്കൽ അറിയുമെന്ന് അദ്ദേഹം NDTVയോട് പറഞ്ഞു. ആരെങ്കിലും ജനറൽ അസീം മുനീറിന്റെ മകനെയോ മകളെയോ ഉപദ്രവിക്കുന്ന ദിവസമേ അദ്ദേഹത്തിന് എന്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭീകരാക്രമണത്തിൽ മകനോ മകളോ കൊല്ലപ്പെട്ടുവെന്ന് അയാൾ അറിയുമ്പോഴേ എന്റെ വേദന അറിയൂ. സാധാരണക്കാരനായ എന്റെ കയ്യിൽ വെടിവെക്കാൻ ഒരു തോക്ക് നൽകട്ടെ, അയാളുടെ മകനോ മകൾക്കോ വെടിയേൽക്കട്ടെ, അന്നേരം അയാൾ ആ വേദന തിരിച്ചറിയും, രാജേഷ് നർവാൾ പറഞ്ഞു. വിനയ് നർവാളിന്റെ വിവാഹ ചടങ്ങ് ഹരിയാനയിലെ കർണാലിൽ വച്ചായിരുന്നു. 3 ദിവസത്തിനു ശേഷം റിസപ്ഷൻ. അതിനുശേഷം നവദമ്പതികൾ ഹണിമൂണിനായി കശ്മീരിലേക്ക് പോയി. ഏപ്രിൽ 22-ന് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ താഴ്വരയിൽ ഒരു പ്ലേറ്റ് ഫേൽപൂരി കഴിക്കവെയാണ് ഒരു ആയുധധാരി ദമ്പതികളെ സമീപിച്ച് വിനയുടെ തലയ്ക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചത്. എനിക്ക് എന്റെ കുടുംബത്തിന് മുമ്പാകെ കരയാൻ പോലും കഴിയുന്നില്ല, രാജേഷ് നർവാൾ പറഞ്ഞു. എന്റെ ഭാര്യ, മാതാപിതാക്കൾ എല്ലാവരും തകർന്നിരിക്കുകയാണ്. ഞാൻ കരുത്തനാണെന്ന് അവർക്ക് തോന്നാൻ വേണ്ടി ശാന്തനായിരിക്കുകയാണ്. ഒരു മനസ്സമാധാനവുമില്ല. ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ട് ആഴ്ചകളായി. മനസ്സ് ശൂന്യമാണ്. 2-3 മണിക്കൂറിൽ കൂടുതൽ ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. സൈക്യാട്രിസ്റ്റിന്റെ അടുക്കൽ പോകുമ്പോൾ അവർ മരുന്ന് കുറിക്കും, പക്ഷേ ഇതിന് ചികിത്സയില്ല. ഞങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ, രാജേഷ് നർവാൾ പറഞ്ഞു. വിനയുടെ ഭൗതിക ശരീരം കശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ശേഷമായിരുന്നു ജന്മനാട്ടിലെത്തിച്ചത്. നാവികസേനാംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു വിനയ്. സർവീസ് സെലക്ഷൻ ബോർഡിലൂടെയാണ് നാവികസേനയിൽ ചേർന്നത്. 2 വർഷത്തിനുള്ളിൽ ലഫ്റ്റനന്റ് പദവിയിലേക്ക് വിനയ് ഉയർന്നു. ചെറുപ്പത്തിൽ തന്നെ സൈനിക സേവനത്തോട് വിനയന് താല്പര്യമുണ്ടായിരുന്നതായി അച്ഛൻ പറഞ്ഞു. അവന് സൈനികരോട് വലിയ ഭ്രമമായിരുന്നു. സൈനിക വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ അത് കാണാൻ അവൻ എന്നെ വലിച്ചുകൊണ്ടുപോകും. അവന് നേതൃത്വ ഗുണവും ധീരതയും അച്ചടക്കബോധവും ഉണ്ടായിരുന്നു. സത്യസന്ധതയോടെയും ആർജവത്തോടെയും ജീവിക്കാനാണ് ഞങ്ങൾ അവനെ പഠിപ്പിച്ചത്. അവൻ ഭയരഹിതനായി ജീവിച്ചു. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തു. അവനാണ് എല്ലായ്പ്പോഴും എൻ്റെ ഹീറോ. വിനയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ 24 മണിക്കൂറും. രാവിലെ ഞാൻ ഉണരുമ്പോൾ അവനെയാണ് ആദ്യം കാണുന്നത്, രാജേഷ് നർവാൾ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് കേന്ദ്രമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രോക്സി സംഘടനയായ TRFനെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പ്രതീകാത്മക നടപടി മാത്രം പോരെന്നും അദ്ദേഹം പറയുകയും ചെയ്തു.